നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ പോളിനോമിയൽ 2x⁴ മൈനസ് എ എക്സ് ക്യൂബ് പ്ലസ് 4x² പ്ലസ് 2x പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 1 മൈനസ് 2x. അപ്പോൾ ഈ പോളിനോമിയൽ ഇതുകൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോളിനോമിയൽ ഇതുകൊണ്ട് ഡിവിസിബിൾ ആണ് എങ്കിൽ നമുക്ക് എന്തു പറയാം? ഈ പോളിനോമിയൽ ഇതിൻ്റെ ഫാക്ടർ ആണ് എന്ന് പറയാം. അപ്പോൾ ഡിവിസിബിൾ ആണ് എങ്കിൽ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. അതായത് 6 ഈസ് ഡിവിസിബിൾ ബൈ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? 3 ഈസ് ഫാക്ടർ ഓഫ് 6 എന്ന് പറയാം അല്ലേ. 3 6ൻ്റെ ഫാക്ടർ ആയിരിക്കും. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 എന്തായിരിക്കും? 6ൻ്റെ ഫാക്ടർ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മൈനസ് 2x കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 1 മൈനസ് 2x എന്തായിരിക്കും? ഈ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിന് ആദ്യം നമുക്ക് നെയിം കൊടുത്തെഴുതാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 2x⁴ മൈനസ് എ എക്സ് ക്യൂബ് പ്ലസ് 4x² പ്ലസ് 2x പ്ലസ് 1. പിന്നെന്താ? ഇഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 1 മൈനസ് 2x, then എന്തായിരിക്കും? 1 മൈനസ് 2x ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഡിവിസിബിൾ ആണെങ്കിൽ ഫാക്ടർ ആയിരിക്കും. Therefore, അപ്പോൾ ഫാക്ടർ ആണെങ്കിൽ എന്ത് വരണം? പി ഓഫ് 1/2 വരണം അല്ലേ. എങ്ങനെയാണ് വരുന്നത്? 1 മൈനസ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു 0. നെഗറ്റീവ് 2x ഈസ് ഈക്വൽ ടു എന്ത് വരും? 1. എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1. എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/-2. ദാറ്റ് ഈസ് 1/2. എക്സിൻ്റെ വാല്യൂ നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാം? പി ഓഫ് 1/2 എന്താവണം? 0 ആകണം. 1 മൈനസ് 2x പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആകണമെങ്കിൽ പി ഓഫ് 1/2 0 ആകണം. ഫാക്ടർ തിയറമാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു 3-4 വീഡിയോ ഞാൻ ഫാക്ടർ തിയറം വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനിലും ഫാക്ടർ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം കണ്ടിന്യൂസ് കാണുന്നവർക്ക് അതൊരു ബോറടിയായിട്ട് തോന്നും കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോസ് കാണുമ്പം ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതായത് ഇപ്പോൾ 1 മൈനസ് 2x ഇതിൻ്റെ ഫാക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാക്ടർ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഓൾറെഡി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാക്ടർ ആണെങ്കിൽ നമ്മളിവിടെ ഈ ഫാക്ടറിൽ നിന്ന് എക്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക. പി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ആ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് 1/2 എന്ന് കിട്ടി. അത് 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് ഡിവിസിബിൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫാക്ടർ ആയതുകൊണ്ട്. എന്താണ്? പി ഓഫ് എ 0 ആയിരിക്കും. നമ്മുടെ ഫാക്ടർ തിയറം എന്താണ്? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഞാൻ ഒന്നുകൂടെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുവാണ് കേട്ടോ. പി ഓഫ് എ 0. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എനൊക്കെ പകരം എന്താണ്? 1 മൈനസ് 2x. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴാണ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ പകരം നമ്മൾ എ റീപ്ലേസ് ചെയ്തു. അതുതന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1 മൈനസ് 2xൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് 1/2 എന്ന് കിട്ടി. എയുടെ പ്ലേസിൽ നമ്മൾ ആ 1/2 അല്ലെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ 1/2 നമ്മൾ റീപ്ലേസ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ പി ഓഫ് 1/2 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പി ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായതുകൊണ്ട് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ 1/2 കൊടുത്തെഴുതുന്നു. 2 × 1/2 the whole raised to 4 minus
a into 1 by 2 the whole cube plus 4 into 1 by 2 the whole square plus 2 into 1 by 2 plus 1 is equal to 0. അല്ലേ? ഇനി എന്ത് വരും? 2 into 1 by 2 raised to 4 is 16 minus a into 1 by 2 cube is 8 plus 4 into 1 by 2 square is 4 plus ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോൾ 1 plus 1 2 is equal to 0. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോൾ ഇവിടെ 2ഉം 16ഉം ക്യാൻസൽ ആയിട്ട് 8 എന്നാവും. അപ്പോൾ എന്തായി? 1 by 8 മൈനസ് a by 8 പ്ലസ് ഇത് ഇവിടെ 1 ആയി. 1 plus 2 3 is equal to 0. ഇനി നമ്മൾ LCM എടുക്കുന്നു. LCM എടുക്കുമ്പോൾ എന്താവും? 8 is the LCM. അപ്പോൾ 1 മൈനസ് എ പ്ലസ് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആണ്. 8 വരണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 3s are 24 by 8 is equal to 0. ഇതിൽ നിന്ന് ഇവിടെ എന്ത് വരും? 24 plus 1 25 മൈനസ് എ ഇസ് ഇക്വൽ ടു 8നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 0 into 8 ഈസ് 0. പിന്നെന്താവും? എ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 25 ഈസ് ഇക്വൽ ടു എ എന്ന് കിട്ടും. എ ഈസ് ഇക്വൽ ടു 25. എയുടെ വാല്യൂ നമുക്ക് 25 എന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ഹെൻസ് ദ ഗിവൺ പോളിനോമിയൽ വിൽ ബി ഡിവിസിബിൾ ബൈ 1 minus 2x if a is equal to 25. a 25 ആകുമ്പോഴാണ് 1 minus 2x കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.